അമ്മയോട് പറഞ്ഞു അതുപോലൊരു പോലീസ് ആവണം. നല്ലോണം പഠിക്കണം, പഠിച്ച് അതുപോലൊരു പോലീസ് ആവണം. സൗദാമിയെ ഇത്ര നേരം ഞാനൊരു ചായ ചോദിച്ചിട്ട് വലിയ പോലീസ് ആവട്ടെ. എനിക്ക് വേണ്ടേ ജീവിക്കാൻ. ആ മതി മതി, നീ പോയതിന്റെ പണി നോക്കിയേ. പൊന്നു നിനക്ക് ഇത്തിരി വയസ്സായില്ലേ? എന്നിട്ടും അച്ഛൻ തന്നെ പല്ലിയേപ്പിച്ചോ? വാ ഓളെ നാമൊക്കെ ചെയ്യും. പറയാ അവൾക്ക് പഠിച്ച് വലിയൊരു പോലീസ് ആവണം. നിനക്കറിയാലോ ഇവിടുത്തെ സ്ഥിതി. അതിനെന്താ, ഇവിടെ നമ്മളൊക്കെ ഇല്ലേ? ഓര് പഠിച്ച് പോലീസോ വക്കീലോ എന്താ വെച്ചാവട്ടെ. ഒന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോണം. അവിടെ സ്ത്രീ സുരക്ഷയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാനാണ് ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളൊക്കെ ഇല്ലല്ലോ. മോളെ അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ പിടിപ്പത് പണിയാണ്. അല്ല സത്യം ആ വഴിക്കല്ലേ പഞ്ചായത്തിലേക്ക് പോന്നെ. എന്നാ ഒന്ന് മക്കളെ കൂടെ ഒന്ന് സ്കൂളിലാക്കിയിട്ട് അതിനിപ്പോ എന്താ മക്കളെ മോളെ. മോളെ ഈ സ്കൂളൊക്കെ നാളെ കുറെ കണ്ടതാ. 9 മണിക്ക് എത്തിച്ചാൽ പോലെ നിങ്ങളെ
സ്വന്തമായിട്ട് തരട്ടെ. പക്ഷെ മാമൻ പറയുന്ന പോലെ കേൾക്കേണ്ടി വരും. എന്റെ വീട്ടിൽ മാമനെ പോവാ. ആ, അങ്ങനെ അങ്ങ് പോയാലോ മോളെ? ഇങ്ങോട്ട് വാ മോളെ. ഓക്ക് ഈ മാമനെ കൊണ്ട് ഒട്ടും അറിയില്ല. ഈ മാമനെ എന്തൊക്കെ അറിയിച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ നേടിയിട്ടുണ്ട്. ഇല്ലയോ? ഞാൻ അതുപോലെ ആഗ്രഹിച്ചതാ. ഇന്ന് ഞാൻ അത് നേടും. പെണ്ണുങ്ങളെ കണ്ടാല് നായ്ക്കളായി മാറുന്നവരാ ഈ നാട്ടിലത്തെ ആളുകൾ. വന്നോന്ന് ആണെന്ന് പറയാൻ കഴിയുമ്പോൾ ആണാണല്ലോ. അത് ചെയ്തത് ഏത് നായിന്റെ മോനായിട്ട് മോനെ ഇനി വെച്ചേക്കൂടാ. കൈമ കിട്ടിയ കൊന്നേക്കണം. എവിടെ പോയാലും സന്ധ്യ വീട്ടിലെത്തുന്ന എന്റെ മക്കളാ. എവിടെ പോയി മോളെ? നന്ദു, നന്ദുട്ടിയെ പൊന്നോ, അച്ഛനെ വിളിക്കണേ മോളെ.
രാവിലെ രാവിലെ മാമന്റെ കൈ പിടിച്ച് സ്കൂളിൽ പോയത് എന്റെ മോള് അവൾക്ക് കയറി വന്നല്ലോ. ഒന്ന് മിണ്ടാതിരിക്കടോ. എന്താണ് കേസ്? സാറേ ഇത് മറ്റേ കേസാ. അതാണല്ലേ? അതെ അതെ. അതെന്തായാലും കാര്യം ചെയ്യും. നേരത്തുമല്ല ഒരുപാട് പരിശോധിച്ച് ഇവനൊക്കെ പരിശോധിച്ചിട്ട് എന്ത് കിട്ടാനാ സാറേ? ജീവനുള്ളതാണെന്നൊന്ന് നോക്കായിരുന്നു. പറയുന്നത് ചെയ്താൽ മതി. കണ്ടിട്ടൊരു 10-22 പ്രായം പറയുന്നു. ഞാൻ തീരുമാനിച്ചോളാം. താനെന്തേ കാണിക്കുന്നേ? ഞാൻ ഹൈറ്റ് നോക്കിയതാ സാറേ. ഇങ്ങനെയാണോ ഹൈറ്റ് നോക്കുന്നേ? ഇങ്ങനെയൊക്കെ അറിയും സാറേ. പോലീസുകാരെ പറയിപ്പിക്കല്ലേ? സംശയമുണ്ടോ? ആരെ? അയാളാ സാറേ, അയാളാ. ആ സത്യം ആ സത്യനാ കുട്ടിയെ ഗതിയിലാക്കിയത്. സമൂഹത്തിൽ മാന്യമായി നടത്തുന്നതിനെ പറ്റി അപവാദം പറയുന്നു. റാസ്കൽ. ആരെയാണ് ഇവിടെ? നീ കണ്ടോ? നീ കണ്ടോളേ? ഞാൻ നമ്മളൊന്ന് അന്വേഷിക്കട്ടെ. ആണോ?
വളർത്തിക്കൊണ്ട് വന്നല്ലേ എന്റെ മോളെ. മോളെ കൊന്നിന് ചോദിക്കാവുന്ന തന്ത എന്റെ വീട്ടില് ഒഴിക്കിവിടില്ലേ? ഒന്നല്ലേ പോയിക്കൂ, മറ്റു കാണില്ലേ ഓർക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഓരോ കളി